നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. നന്ദേട്ടാ, ഈ സമയത്ത് എന്തായാലും ഒരു ട്രിപ്പ് പോവാൻ തീരുമാനിച്ചത് നന്നായി. നന്ദേട്ടന്റെ ഓഫീസ് തിരക്ക്, എന്റെ സ്കൂൾ തിരക്ക്, ആദ്യയുടെ ക്ലാസ്, ഒരു ബ്രേക്ക് എല്ലാവർക്കും വേണ്ടത് തന്നെയാ. നന്ദേട്ടൻ എപ്പോഴും പണത്തിന്റെ കാര്യമാണോ ആലോചിക്കാറ്? അതെ. നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ യാത്ര പോണത്. അതെ. വയസ്സായി യാത്ര പോവാന്ന് വിചാരിച്ചാ അപ്പോ കണ്ണും കാതും ഒക്കെ വർക്ക് ചെയ്യോന്ന് ആർക്കറിയാം. പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് വേണ്ടേ ഏത് കാര്യത്തിനും മുമ്പിൽ നടക്കാൻ. പുറത്ത് എന്താ ചൂട്. AC കിട്ടിയത് നന്നായി. ചൂടും തണുപ്പുമൊന്നും അറിയാത്തൊരു വിദ്വാൻ ഏറ്റവും മുകളിലത്തെ സീറ്റില് ചുണ്ണാമ്പും തേച്ചിരിക്കുന്നുണ്ടല്ലോ. ഇക്കണക്കിന് കുർളയെത്തി നമ്മൾ ഇറങ്ങിപ്പോയാലും അവൻ അറിയുമെന്ന് തോന്നുന്നില്ല. ഇവൻ മൊബൈലിലോട് കൂടിയിട്ടാണോ ജനിച്ചതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പുസ്തകപ്പുഴു എന്ന് പറയുന്നത് പോലെ. വേണ്ട, ഞാൻ ആ പേര് പറയുന്നില്ല. ആദി, നിന്നെ അച്ഛൻ അന്വേഷിക്കണു. എന്താ കാര്യം? അല്ല, നീ എവിടെയാണെന്നും എങ്ങോട്ട് പോവാണെന്ന് അറിയോന്ന് ചോദിക്കായിരുന്നു. ഞാൻ 12224 നമ്പർ എറണാകുളം ലോകമാന്യ ദുരന്തോ എക്സ്പ്രസിൽ സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ കുർളയിലേക്ക് 110 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ ഇപ്പോൾ കാർവാർ സ്റ്റേഷൻ വിട്ടു. ഇനി മഡ്ഗാവില് 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും. നീ ആള് കൊള്ളാലോ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കൊന്നും എന്തേട്ടാ? അത് പിന്നെ വണ്ടി സ്പീഡിലായതുകൊണ്ടേ റെയിൽവേ സ്റ്റേഷന്റെ പേര് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ അച്ഛാ, ഇപ്പൊ എല്ലാറ്റിനും ആപ്പുണ്ട്. ട്രെയിനിന്റെ സ്പീഡ് അറിയാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും ഒക്കെ നിഷ്പ്രയാസം പറ്റും. എന്നാ പിന്നെ നീ ആപ്പിൽ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചോ? അച്ഛനൊരുമാതിരി ആക്കല്ലേ. ആദി, നീ ശരിക്കും എന്തിനാ ട്രിപ്പിന് പോണത്? നിനക്ക് വീട്ടിലിരിക്കായിരുന്നില്ലേ? സ്വിഗ്ഗിയോ സൊമാറ്റോയോ വഴി ഓർഡർ ചെയ്ത ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ മുംബൈയിലുള്ള സരോജിനി വല്യമ്മയെ കാണാൻ പറ്റുമോ? അല്ല, അതിനാ പോണെന്നൊക്കെ പൊന്നുമോൻ അറിയാം. നന്നായി. അല്ല, അമ്മക്കിപ്പോ എന്താ ശരിക്കും വേണ്ടത്? നിനക്കല്ലെങ്കിലേ ആരോടും സംസാരിക്കാൻ സമയമില്ല. ഈ യാത്രയിലെങ്കിലും ഞങ്ങളോടും കൂടെയുള്ളവരോടൊന്ന് സംസാരിച്ചൂടെ? എന്തു ഭംഗിയാ ഈ കൊങ്കൺ പാത. നദികളും കണ്ടൽക്കാടുകളും തുരങ്കങ്ങളും. ഒരു യാത്ര എന്ന് പറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളും ഭൂപ്രകൃതിയൊക്കെ കാണലും കേൾക്കലൊക്കെ ഉൾപ്പെട്ടതാ. പിന്നെ ആൾക്കാരോടൊക്കെ ഇടപെടല്. അച്ഛാ പ്ലീസ്, ഈ പറയുന്ന കാഴ്ചകളൊക്കെ ഞാൻ യൂട്യൂബിലും വ്ളോഗിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ കൂടെയുള്ളവരോട് സംസാരിക്കണ കാര്യം, ആളുകളുടെ ടേസ്റ്റ്, മനോഭാവം ഇതൊക്കെ ഡിഫറന്റ് അല്ലേ? ചില ആൾക്കാര് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അവരെ നിർബന്ധിച്ച് നമ്മളോട് സംസാരിപ്പിക്കുന്നത് ശരിയാണോ? നന്ദേട്ടാ, ആദ്യം പറയുന്നതിലും കാര്യമുണ്ട്. മീരേ, നീയും അവന്റെ പക്ഷം പിടിക്കുക. ഇതിൽ പക്ഷം പിടിക്കലും പക്ഷപാതം ഒന്നും ഇല്ലച്ചാ. നമ്മൾ ഡെമോക്രസി ഡെയിലി ലൈഫിലും പിന്തുടരണം എന്നേ ഉള്ളൂ. പക്ഷെ ആദി, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നിങ്ങൾ യുവതലമുറ നിങ്ങളുടേതായ ലോകത്തിലാ. പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും നിങ്ങൾ അറിയുന്നില്ല. അമ്മക്കേ മൊബൈലിൽ ടൈപ്പ് ചെയ്യാനോ എന്തിന് നേരാം വണ്ണം വാട്സാപ്പും ഇൻസ്റ്റയും ഉപയോഗിക്കാനോ അറിയോ? എന്റെ അമ്മേ, ടെക്നോളജി ദിവസവും മാറി വരിക. നമ്മളെല്ലാം പഠിച്ചില്ലെങ്കിലേ ഔട്ട്ഡേറ്റഡ് ആവും. ഓരോ ദിവസവും എന്തൊക്കെ തരം തട്ടിപ്പാ നടക്കുന്നേ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ അതെ? പ്രായമുള്ളവര് ഇങ്ങനെ മൊബൈലൊക്കെ യൂസ് ചെയ്താല് അവർക്ക് അൽഷിമേഴ്സ് വരില്ല അത്രേ. സത്യമാണോ നന്ദേട്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആദി, നീ കൊറേ നേരമായല്ലോ ഈ കുന്തവും പിടിച്ചിട്ട് ഇങ്ങനെ തോണ്ടാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ രണ്ടുപേരും ഇനി അങ്ങോട്ട് വരാം. നീ താഴെ കാഴ്ചകളെല്ലാം കണ്ടോണ്ടിരിക്കേ. മകന്റെ അച്ഛൻ തന്നെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴേടത്ത്, ശ്രുതി സോമൻ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.